കേക്കൻ്റെ 5 കൊല്ലത്തെ ജീവിതം പഠിപ്പിക്കുമ്പോൾ ഞാൻ 5 കൊല്ലം ഹോസ്റ്റലാണ്. 5 കൊല്ലം ഹോസ്റ്റലിൽ 5 കൊല്ലം NSSന്റെ ലീഡറായിരുന്നു. അപ്പൊ NSS ക്യാമ്പ് പറഞ്ഞാൽ 10 ദിവസം കേക്കൻ്റെ ഒപ്പമായിട്ട് കടന്നുറങ്ങുകയാണ്. അതിലൊക്കെ മൂപ്പര പ്രവർത്തനം എന്താ വെച്ചാൽ അടുപ്പ് കംപ്ലീറ്റ് മൂപ്പരായിരിക്കും. ഏത് ഇടങ്ങേറുള്ള മൂപ്പര തന്നെയാണ് കൊത്തല്. ഈ 10 ദിവസവും ഹോസ്റ്റലിലാണെങ്കിൽ രാത്രി മൂപ്പര ഹോസ്റ്റലുള്ള ദിവസം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം. ഈ എല്ലാത്തിനും ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ള എല്ലാ കേപ്പിണ്ടെന്ന് അന്ന് കേക്കിനോട് എന്തും പറയാ, കിടന്നുറങ്ങലും ബാക്കിയുള്ള ഭക്ഷണവും എല്ലാ കുളിക്കാനും നീന്താനും ഒക്കെ അല്ല. എന്റെ ക്യാമ്പിലൊക്കെ പോയാൽ എന്താ സുഖം. ഭക്ഷണം ഉപ്പ് നമ്മളെ കാര്യമായിട്ട് ഒരു ഉപ്പ് തന്നെ കേക്കായി കാണണം. കേക്ക വന്നാൽ ആ ക്ലാസ്സിൽ നിന്നിട്ട് എടുക്കൽ തുടങ്ങിയാൽ പിന്നെ ആധുനികമായിരിക്കും പറയില്ല. പഴയ ആ ഫിക്ക് അതിനുള്ളതല്ല. ശരിക്കും ഒരു കൊല്ലം ഹോസ്റ്റൽ നിന്നപ്പോൾ തന്നെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വലിയ നമ്മൾ കണ്ട വന്നു മൗലന്മാരെല്ലാം നമ്മൾ കാണുക. ഇത് കേക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മളായിട്ട് ഭയങ്കര ബന്ധമായിരിക്കും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ശരിക്കും മുജാഹിദ് പ്രസ്ഥാനം അന്ന് പണ്ടായി ഞാൻ ചെറുപ്പത്തിലായിരുന്നു കേക്ക് അവിടെ മതപ്രതിവാദത്തിന് വന്നത്. അതൊക്കെ കേൾക്കാനെ പൂക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ കോളേജിൽ വന്നതിന് ശേഷം മൂപ്പര അവസ്ഥയിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണെന്നും മാത്രമല്ല ഒരു ഈ ഏതോ ദന്തഗോപുരം എന്നൊക്കെ പറയില്ല, അതൊന്നും അല്ല എന്നുള്ളത് മനസ്സിലായെന്നോ. എന്റെ കല്യാണത്തിന് ചോറ് വെച്ച കേക്കാണ്. മുസ്ലിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് ആദ്യം കാണുന്നത് ഇവിടെ കോളേജിലെ അധ്യാപകൻ എന്നുള്ള ആൾക്ക് തന്നെയാണ്. കോളേജിലെ അധ്യാപകനും അതിനേക്കാൾ ഹോസ്റ്റലില് എല്ലാം നിൽക്കും നേതൃത്വം നൽകിയതും കേൾക്കുകയാണ്. അപ്പൊ അതില് അനുഭവപ്പെട്ടത്, ഞാൻ അതിന്റെ മുമ്പ് ഒരു ഓർഫനേജിലാണ് കഴിച്ചു കൂട്ടിയത് 5 കൊല്ലം. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വിദ്യാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോ അത് ഏതാണ്ട് ഒരു കുടുങ്ങിയ ജീവിതമാണ്. വളരെ കർക്കശമായ കുറെ നിയമങ്ങളും ചട്ടങ്ങളും. അതിന് വ്യത്യസ്തമായിട്ട് ഒരു ഹോസ്റ്റൽ ജീവിതത്തിൽ എത്രത്തോളം ഓരോരുത്തർക്കും അവരെ വ്യക്തിത്വം അനുഭവിച്ചു കൊടുക്കുക, അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ളത് നേരിട്ട് അനുഭവപ്പെടുന്നത് കേക്കൻ്റെ ജീവിതത്തിലൂടെയാണ്. അതില് പിന്നെ ഒറ്റ വാക്ക് പറഞ്ഞാൽ അളവില്ലാത്ത സ്നേഹം എന്നുള്ള ഒരു വാക്കിൽ ഒതുക്കുക, എല്ലാം കൂടെ പറയുകയാണെങ്കിൽ അത് പല രൂപത്തിലും പ്രകടമാവും. പല ഓരോ അനുഭവങ്ങൾ വരുന്ന എനിക്ക് രാത്രി വാസത്തിൽ കിടക്കാൻ പുതപ്പില്ല. അപ്പൊ പുതപ്പിന് അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുമില്ല, ഇല്ലെങ്കിലും കഴിഞ്ഞുകൂടാന്നുള്ള അത്ര എന്റെ മാനസികാവസ്ഥ എന്നുള്ളൂ. അത് കണ്ടെന്ന് ഒരിക്കലും ഹോസ്റ്റൽ മീറ്റിംഗ് വിളിച്ചപ്പോൾ എല്ലാവരെയും ഇത് മനസ്സിലാക്കിയിട്ട് സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ഒരു പുതപ്പുണ്ട്. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. ഇതേമാതിരി ഓരോ സമയത്തും ശരിക്കും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു പരിചരണം. അധ്യാപകന്റെ അഹന്തയോ കപടനാട്യങ്ങളോ കേക്ക് അറിയില്ലായിരുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ അത് മറയാതെ നിഴൽ വീഴ്ത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. ആവേശത്തിന്റെ അലകടലായിരുന്നു കേക്ക് വിശുദ്ധ ഖുർആൻ. ഓരോ വാക്കിലും വിചാരങ്ങളെ വിടർത്തി വിശുദ്ധമായ സ്വകീയ പാതയിലൂടെ കേക്കെ നടന്നു നീങ്ങി. പരമ്പരാഗതമായ നാട്ടുവഴികളിൽ നിന്നു മാറി ഉജ്ജ്വലവും ചിന്താബന്ധുരവുമായ ആലോചനാ പ്രപഞ്ചത്തിലൂടെ കേക്കെ അലസമായി നടന്നു നീങ്ങി. വിമർശനങ്ങളുടെ ശരവർഷങ്ങൾക്കിടയിലും ചിന്തകൾക്കുമേൽ അടിമത്തത്തിന്റെ മറയിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഖുർആനിന്റെ വാക്കും വിചാരവും ഉള്ളിലേക്കുറ്റിച്ച് ആ വഴിയിലൂടെ ചിന്തയെ നടത്തി ജീവിത നിയോഗം പോലെ ആ ആസ്വാദന പ്രക്രിയ തുടർന്നു. ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്ന മഹത്തായ ജനകീയ പ്രസ്ഥാനത്തിന്റെ വേരും വളവുമായി കേക്കെ നിലകൊണ്ടു. അള്ളാഹുവിന്റെ തിരുവചനം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിലുള്ള ആനന്ദവും ആവേശവും ആഘോഷമാക്കി മാറ്റുകയായിരുന്നു കേക്കെ. പ്രസ്ഥാനം കേക്കയുടെ ആവേശമായിരുന്നു. ഊണും ഉറക്കവും വെടിഞ്ഞത് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും ആദർശത്തിന്റെ പ്രചാരണത്തിനുമായിരുന്നു.
അതിനു നേരെ വന്ന എല്ലാ മാർഗതടസ്സങ്ങളെയും നെഞ്ചൂക്കുകൊണ്ട് നേരിട്ടു. കെ മുഹമ്മദ് സുല്ലമി നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത അദ്ദേഹം മനസ്സിലാക്കിയ ആദർശം പ്രചരിപ്പിക്കുന്നതിലുള്ള ത്യാഗവും പ്രയാസങ്ങൾ സഹിക്കാനുള്ള ധൈര്യവും ശക്തിയുമാണ്. ആദ്യകാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രചരണവുമായി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ പരിപാടികളുമായി ഓടി നടന്ന കെ ധാരാളം എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട്. ആ എതിർപ്പുകളൊക്കെ ധൈര്യപൂർവ്വം തരണം ചെയ്യുകയും മണിക്കൂറുകളോളം തൗഹീദ് ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അതാണ് കെയുടെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, കെ സംഘടനയെ ഒരിക്കലും വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംഘടനയിലൂടെ സ്ഥാനമാനങ്ങളോ സംഘടനയിലൂടെ അധികാരമോ സാമ്പത്തികമായ നേട്ടങ്ങളോ യാതൊന്നും കെ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ആളുകൾ സമ്മേളനങ്ങൾ, സെമിനാറുകൾ അതുപോലെ ഉള്ള രംഗങ്ങളിലൊക്കെ വളരെ മുമ്പിൽ പലരും എത്തിപ്പെടുമ്പോൾ കെ അതിന്റെ സംഘാടകനായി അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആനിന്റെ മഹത്വം ഉൾക്കൊള്ളുക, ഖുർആനുമായി ജീവിക്കുക എന്നത് കെയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഭാഷാപരമായും അതിലെ സാഹിത്യപരമായും ചരിത്രപരമായും ശാസ്ത്രീയമായും ഒക്കെയുള്ള അതിലെ അത്ഭുതങ്ങൾ അറിയാൻ കെക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കെയുടെ ഖുർആൻ പഠനം ഒരു ഖുർആൻ ആസ്വാദനമായി മാറിയിട്ടുള്ളത്. പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയതല്ലാത്ത വിധത്തിൽ കെ ഖുർആനെ മനസ്സിലാക്കിയിരുന്നു.